ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജനുവരി ട്രാൻസ്ഫർ ജാലകം അത് ഏത് തരത്തിൽ ഉപയോഗിക്കണം എന്നുള്ള തരത്തിലുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ്, പേഴ്സണൽ ഒപ്പീനിയനാണ് എന്നുള്ള കാര്യം അതേ പറയുന്നു. സോ ഫോറിൻ റിക്രൂട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ റിക്രൂട്ട്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ അറിയാം, നമുക്ക് ലൂണയുടെ റീപ്ലേസ്മെന്റ് വേണം. ലൂണയുടെ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും ഇപ്പം ലിങ്കായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് അൽവാറോ വാസ്കസ് വന്നാൽ എങ്ങനെ ഇരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സോ ഇതിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറയുന്നു നമുക്ക് ആ ഒരു സ്ട്രൈക്കർ കൂടി വന്നാൽ അദ്ദേഹത്തിന് ആ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, സെക്കൻഡ് സ്ട്രൈക്കർ റോളാണ്, ഓക്കെ. ദെൻ ചിലർ പറയുന്നു നമുക്കൊരു പ്യുവർ മിഡ്ഫീൽഡർ തന്നെയാണ് വേണമെന്നുള്ളത്. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഈ ഒരു കാര്യത്തിൽ പറയാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താ പറയുക, കോച്ചിൻ്റെ ഒരു തീരുമാനം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പെപ്രയെ തന്നെ മുന്നോട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ള പ്ലാനിൽ തന്നെയാണ്, ആസ് എ സെക്കൻഡ് സ്ട്രൈക്കർ എന്ന നിലയിൽ യൂസ് ചെയ്യുക എന്നുള്ള പ്ലാനിൽ തന്നെയാണ് കോച്ച് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അൽവാറോയുടെ ഒരു ആവശ്യകത അവിടെ വരുന്നില്ല. കാരണം അതേപോലെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ചില ഗുണങ്ങളുണ്ട്. ആ ഒരു ഫിസിക്കൽ ഇതാണെങ്കിലും ബോൾ വിൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു മിഡ്ഫീൽഡിൽ നിന്നുള്ളൊരു ക്രിയേറ്റിവിറ്റിയാണ് ആവശ്യം. അതല്ല കോച്ചിന് ആവശ്യം അൽവാറോയെ പോലെ. നമുക്കറിയാം അൽവാറോയുടെ കോൺട്രിബ്യൂഷൻ ഏത് തരത്തിലാണ്. നമുക്കറിയാം അദ്ദേഹം ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ സ്കിൽസ് എത്രത്തോളമാണ്, സ്കോറിങ് എബിലിറ്റി എത്രത്തോളമാണ്. അപ്പം അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ ദിമി അൽവാറോ കോമ്പിനേഷനിൽ ആ ഒരു ഇതിൽ മുന്നോട്ടുള്ള യാത്രയിൽ കോച്ച് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അൽവാറോ ഇറ്റ്സ് ഗുഡ് ചോയ്സ്. പിന്നെ നമുക്കിപ്പം ഡൈസുക്കെ ബെഞ്ചിലാണ്, ഇന്ത്യൻ വിങ്ങേഴ്സിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആ ഒരു തരത്തിലാണെങ്കിൽ അൽവാറോ വരുന്നത് കൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് ഞാൻ പറഞ്ഞല്ലോ, ആ കോച്ചിൻ്റെ ആ ഒരു തീരുമാനം എന്നത് അടിസ്ഥാനമായിട്ടിരിക്കും. ഇനി നമുക്ക് ഇന്ത്യൻ റിക്രൂട്ട്സിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്കൊരു ലെഫ്റ്റ് ബാക്ക് പ്ലെയറെ ആവശ്യമാണ് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നവോച്ച സിംഗ് മാത്രമാണ് ഇപ്പോൾ ഒരു പ്രോപ്പർ LB എന്നുള്ള നിലയിലുള്ളത്. സന്ദീപ് സിംഗിനെ നമുക്ക് അവിടെ വെക്കാം. പക്ഷേ നമുക്കിപ്പോൾ ഒരു പ്ലെയർ റൂൾഡ് ഔട്ട് ആയിപ്പോയി, സീസൺ തുടങ്ങിയ സമയത്ത് നിന്ന് റൂൾഡ് ഔട്ട് ആയിപ്പോയി. ആ ഒരു സാഹചര്യത്തിൽ അവിടേക്ക് ഒരു ലീഗിൽ നിന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്ലെയറെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവിടെ ഹൈലി റിസ്ക് ആണ്. നവോച്ച സിംഗ് മിക്ക മാച്ചസിലും ഫുൾ ടൈം കളിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പം അവിടെ നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലീഗ് എക്സ്പീരിയൻസ് എങ്കിലും ഉള്ളൊരു LB വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. നമുക്ക് സന്ദീപ് സിംഗിനെ വെക്കാം, പക്ഷേ അദ്ദേഹം ഒരു റൈറ്റ് ഫൂട്ടഡ് ആയിട്ടുള്ളൊരു പ്ലെയർ ആണല്ലോ. സോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ സന്ദീപിനെ ചില സമയത്തൊക്കെ റൈറ്റ് ബാക്ക് ചോയ്സ് ആയിട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യാത്തതിൻ്റെ കാരണം അദ്ദേഹത്തെ ഒരു ഓപ്ഷൻ എന്ന നിലയിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പം നവോച്ചയ്ക്ക് കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ സന്ദീപിനെ ഫിറ്റാക്കി വെക്കുക എന്നുള്ളൊരു കാര്യം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിക്കാൻ പറ്റുന്ന ആ ഒരു ഡബിൾ പിവറ്റിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലേയേഴ്സാണ്. അതായത് ഡബിൾ സിക്സിൽ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സിനെയാണ്. കാരണം നമുക്കറിയാം അവിടെ നമുക്ക് ഒരുപാട് ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട്. ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ജിക്സന് പറ്റി, പിന്നെ ഫ്രെഡിക്ക് പറ്റി. ആ ഒരു സാഹചര്യത്തിലൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വിപിനും ഏറ്റവും ഒടുവിൽ ഇഞ്ചുറി പറ്റുന്നുണ്ട്. അപ്പം ഡാനിഷും അസറും മാത്രമാണുള്ളത്. ഇപ്പോൾ യോഹൻബ ഉണ്ട് ഒരു ഓപ്ഷൻ എന്ന നിലയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് റിസർവ് സൈഡിൽ നിന്ന്. പക്ഷേ ഉറപ്പായിട്ടും ഇത്ര ഇഞ്ചുറി കൺസേൺസ് ഉള്ളൊരു മേഖലയാണ്. ഇപ്പോൾ ജിക്സൺ ഉടനെ ഫെബ്രുവരി ഇതോടുകൂടി തിരിച്ചു വരുമെന്നുള്ളതാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിപിനും ഉടനെ തന്നെ തിരിച്ചെത്തിയേക്കാം. പക്ഷേ ഫ്രെഡി എന്ന് പറയുന്നൊരു താരം പോയിട്ടുള്ളൊരു സാഹചര്യമാണ്, അദ്ദേഹം റൂൾഡ് ഔട്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ലീഗിൽ നിന്നൊരു നല്ല റിക്രൂട്ട് ഈവൻ ഒരു ഷോർട്ട് ടൈമിലാണെങ്കിൽ പോലും ഒരു ലോണിലാണെങ്കിൽ പോലും കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. നമുക്ക് അവിടെ ഒരു റിസ്ക് ഇല്ല. കാരണം ഇങ്ങനെ പ്ലേയേഴ്സ് നിരന്തരം ആ ഒരു പൊസിഷനിൽ ഇഞ്ചറി പറ്റുമ്പോൾ അവസാനം നമുക്ക് ചില മാച്ചസിലൊക്കെ ബെഞ്ചിൽ പോലും ആ ഒരു പൊസിഷനിൽ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരുന്നു. അപ്പം അവിടെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നിലയിൽ ഒരു പ്ലെയറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഉറപ്പായിട്ടും നമുക്ക് ട്രാൻസ്ഫർ ജാലകം ജനുവരി ട്രാൻസ്ഫർ ജാലകം യൂസ് ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞ പോലെ ചില ഇഞ്ചറി കൺസേൺസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇതുവരെ നമ്മൾ ബെറ്റർ ആയിട്ട് പോയി ആ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ എത്രയും പെട്ടെന്ന് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം നമുക്ക് സൂപ്പർ കപ്പിൽ ആ പ്ലേയേഴ്സിനെയൊക്കെ അവിടെ പരീക്ഷിക്കാം. ദെൻ ISLലേക്ക് വരുമ്പോഴത്തേക്കും അത് ഗുണകരമാകും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലൂണയുടെ റീപ്ലേസ്മെൻറ്റിനായി ഒരു എത്രയും പെട്ടെന്നുള്ള സമയത്ത് കൊണ്ടുവരിക, ടീമുമായിട്ട് സെറ്റാകുക എന്നൊക്കെയുള്ള കാര്യമാണ്. അപ്പം ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുമോ കാര്യം ഞാൻ